ഞങ്ങൾ പിടിച്ചോണ്ട് പോകുന്നില്ല. ഞങ്ങൾക്ക് നിന്റെ മാമനെ ഒന്ന് കണ്ടാ മാത്രം മതി. ഞാൻ കാണിച്ചേ. രണ്ടുപേരും ഉണ്ടോ? തങ്കപ്പനും ഉണ്ടോ? ഒന്ന് കൊണ്ടാ കാണിച്ചോ? രണ്ടുപേരും ഉണ്ട്. ഒളിച്ചിരിക്കാ. എവിടെ മോനെ കാണിച്ചതാ? മിഠായി മേടിക്കാൻ കാശ് തരാം. കാശുതാ. കാശ് കൊടുറേ. എന്റെ കാശില്ല. ഇവനെന്ത് ദരിദ്രവാസിയടാ. കാണിച്ച കാണിച്ച. ആ വള്ളത്തിലുണ്ട്. ഇങ്ങോട്ടിറങ്ങണേ. ഞങ്ങളാ പോലീസ്. മാരകായുധങ്ങൾ വല്ലതുണ്ടെങ്കിൽ താഴെ വെച്ചേക്ക്. കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇങ്ങോട്ടിറങ്ങണേ. ഇറങ്ങത്തില്ലല്ലോടാ. നിങ്ങൾ ഇറങ്ങില്ലേ ഞങ്ങൾ അകത്തോട്ട് കയറും. വാസുള്ള ചേട്ടാ കേറ്. ഞാനും വരണോ? അയ്യോ വാസുള്ള ചേട്ടാ നീ കേറടേ. കേറാം. പേടിക്കണ്ട, കേറ്. നോക്ക്. ഞാൻ നോക്കാം. ചുമ്മാ പേടിക്കാതെ മനുഷ്യരെ പേടിപ്പിക്കേ. ഇന്ന് അവന്മാരെ പിടിക്കണം നമുക്ക്. നീ ആദ്യം അവന്റെ മാരകായുധത്തെ തന്നെ പിടിക്കണം. മനസ്സിലായോ? പേടിക്കണ്ട, ഞാനുണ്ട്. പിന്നെ കൊള്ളാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ വാസുള്ള ചേട്ടാ. ശരി, ആരെയും കാണുന്നില്ലല്ലോ. ഒരുപക്ഷെ അവന്മാര് വെള്ളത്തിൽ ചാടിയതായിരിക്കും. ശരിയാ. വെള്ളം പോകുന്നു. ചുമ്മാ തമാശ പറയാ ചേട്ടാ. ഈ നേരത്താണോ തമാശ പറയുന്നത്? വെള്ളം പോകുന്നു. വെള്ളമല്ല വള്ളം. അയ്യോ അയ്യോ കടലോട്ട് പോകുന്ന വെള്ളം പിടിക്കണേ. പിടിക്കാൻ വയ്യ. പിടിക്കണേ. വെള്ളം പിടിക്കാം. അയ്യോ അയ്യോ വെള്ളം പിടിക്കണേ. അയ്യോ തുഴയാൻ തുഴയാ. അയ്യോ കടലിലോട്ട് പോകുന്നേ. അയ്യോ ഇച്ചിരി വെള്ളം എന്താ? മുങ്ങുമ്പോ കുടിക്കാം. എന്നോട് പറയേണ്ട ഭാഷയല്ല. അയ്യോ ലാത്തി പോയി ചേട്ടാ. ലാത്തി പോയി എന്നെ കൊണ്ട്. ഇനി കാലുകൊണ്ട് തൊഴയാ. ഭവാനി, ഈ കേസിൽ നിന്ന് അവൻ തലയോരി പോരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇവളിവിടെ നിന്നാൽ ഇവളെ ആര് കെട്ടിച്ചയക്കും? അവന്റെ പെങ്ങളാണെന്ന് അറിഞ്ഞാൽ ഇവളെ ആരെങ്കിലും കെട്ടുവോ? നിങ്ങൾ ഈ സ്ഥലം വിട്ടു പോകണം. അവന്റെ അമ്മയും പെങ്ങളുമാണെന്ന് അറിയാതെ ജീവിക്കണം. എന്നാലേ ഇവൾക്കൊരു ജീവിതം ഉണ്ടാവും. വേറെ എങ്ങോട്ടും പോകണമെന്നല്ലല്ലോ ഞാൻ പറയുന്നു. എന്റെ കൂടെ വരാനല്ലേ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. എന്റെ കാര്യം ഓർത്തിട്ടാണോ? അതോർത്തിട്ട് അമ്മ പോവാതിരിക്കരുത്. നീയും ഞങ്ങളുടെ കൂടെ വാമോളെ. ഞാൻ വരുന്നില്ലമ്മേ. തങ്കപ്പനോ ഗോപിയേട്ടനോ വന്നാൽ ഇച്ചിരി കഞ്ഞി കൊടുക്കാൻ ആരുണ്ട്? അവരെ കാത്തിരിക്കാൻ ഇവിടെ ആരെങ്കിലും വേണ്ടേ അമ്മേ? ഭവാനി, നീ വരുന്നോ ഇല്ലയോ ഇപ്പൊ തീരുമാനിക്കണം. ഇവളുടെ ഭാവി ഓർത്താ ഞാനീ പറയുന്നു. ഞാൻ വരാൻ ചേട്ടാ. എന്നാ ഇനി സമയം താമസിക്കണ്ട, ഉടനെ പുറപ്പെടണം. അടുത്തത് യൂണിയൻ ഓഫീസിന്റെ ഉദ്ഘാടനമാണ്. അതിലേക്ക് സഖാവ് ദേവകിയെ ക്ഷണിച്ചോളും. സഖാക്കളെ, ഇവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കിയതിന് നമ്മുടെ കൂട്ടത്തിൽ ചിലരെ മുതലാളി കള്ളക്കേസിൽ കുടുക്കി. അദ്ദേഹത്തിന് തെറ്റുപറ്റി. ഈ യൂണിയൻ ഓഫീസിന് അടിസ്ഥാനമിട്ട അതേ നിമിഷത്തിൽ മുതലാളിത്വത്തിന്റെ ശവക്കുഴി നമ്മൾ കുഴിച്ചു. ഈ സന്തോഷത്തിൽ നമ്മളോടൊപ്പം പങ്കുകൊള്ളാൻ ഗോപിയും തങ്കപ്പനുമില്ല. അവരൊളിവിലാണ്. മുതലാളിയുടെ വിചാരം അദ്ദേഹം ജയിച്ചു എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് തെറ്റുപറ്റി. ഈ യൂണിയൻ ഓഫീസ് തൊഴിലാളികളുടെ പുണ്യക്ഷേത്രമാണ്. ഇവിടത്തെ ബലിക്കല്ലിൽ ബലിയർപ്പിക്കേണ്ടത് മുതലാളിത്വത്തിന്റെ തത്വസംഹിതയാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടി ഞാൻ ഈ യൂണിയൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നു. ദേവകി, നിന്റെ പ്രസംഗം ഉഗ്രമായിരുന്നു എന്നാണ് കേട്ടത്. ഓ, അവിടെ കയറി നിന്നപ്പോ ഒരു ആവേശം തോന്നി. ഞാൻ തട്ടിവിട്ടു. എല്ലാരും പറയുന്നു നന്നായിരുന്നു എന്ന്. ആത്മാർത്ഥതയോടെ കാര്യങ്ങൾ പറയുമ്പോൾ നാം ഒരിക്കലും വാക്കുകൾ തേടിപ്പോകേണ്ടി വരില്ല.
വിലങ്ങ് വീഴേണ്ട കയ്യാണ്. നേതാവ് പറഞ്ഞത് എത്ര ശരിയാണ്. സ്ത്രീ ഒരു ആകർഷണമാണ്. ഞാനിപ്പോ ആ വലയത്തിലാണ്. കിട്ടിയോ? കിട്ടി. ഈ സഞ്ചി ഇപ്പൊ താഴെയിടാനാണ് തോന്നിയത്. എങ്കിൽ പൊട്ടിത്തെറിച്ചെല്ലാം അവസാനിക്കുമായിരുന്നു. ജീവിക്കുന്നവർക്കല്ലേ പ്രേമവിവാഹമൊക്കെ. ഇതെന്താണ്? എന്റെ ചേച്ചിയെ നിങ്ങൾ വിവാഹം ചെയ്യുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. അന്ന് നമുക്ക് വീടുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു. ഇന്നത് വല്ലതുമുണ്ടോ? നമ്മളെ കഴിമരത്തിൽ കയറ്റാനുള്ള കയറാരോ പിരിച്ചു കഴിഞ്ഞു. വെടിയുണ്ടയാണെങ്കിൽ അതും പണിതു. പിന്നെ എന്തിനാണ് ഇതൊക്കെ? അയ്യോ, പോലീസ്! നീ ഇതിനെ വയ്ക്കൂ. നിങ്ങൾ ഇവിടെ നിന്നോ.